ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. കടലായി പേസിടും വാർത്തകൾ യാവും തുളിയായി തുളിയായി കുറയും. മൗനം പേസിടും ഭാഷകൾ மட்டும் പുരിതിടുമേ. താനായി എന്നൻ കാൽകൾ இரண்டும் മുന്തൻ ദിശയിൽ നടക്കും. ദൂരം നേരം കാലം എല്ലാം സുരുങ്ങിടുമേ. இந்த காதல் வந்து விட்டால் நாம் தேகம் மிதித்திடுமே. விண்ணோடும் முகிலோடும் விளையாடி. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഈ കോലം വേറെ ഒന്നുമല്ല, ഞാൻ ഇപ്പം ഉറക്കം എണീറ്റതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഡിസംബർ 31, നമ്മുടെ ലാസ്റ്റ് 24 hours ഓഫ് 2024 ആണ്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. ഇപ്പം ടൈം 7:55. ഞാൻ ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അതിലുപരി ലാസ്റ്റ് 24 hours ഓഫ് 2024 ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ഞാൻ പോയി പല്ലിക്കിട്ട്. ഓക്കെ, വൺസ് മോർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, 2024 ലാസ്റ്റത്തെ വ്ളോഗാണിത്. ചേച്ചിയും ചേട്ടനും ഒക്കെ മുകളിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, ഞാൻ ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ പല്ലൊക്കെ തേച്ചിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. 2024 പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, കാണാത്തവർ ഡു വാച്ച്. ഓക്കെ, അപ്പോൾ 2025 നമുക്ക് അടിപൊളി കളറാക്കി സെറ്റാക്കണം. ഓക്കെ, 2025 എല്ലാവരുടെയും ഫേവറേറ്റ് ഇയറായി മാറട്ടെ. ഓക്കെ, ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്, എന്നെ കാണാമോ? ഓക്കെ, വാട്ട്, നമുക്ക് പോയി പല്ലേക്കാം. കുറേ നേരം കൊണ്ട് പല്ലേക്കാന്നും പറഞ്ഞ് കറയും കൊണ്ട് നടക്കണം. അപ്പോൾ എന്തെങ്കിലും പല്ലൊക്കെ തേച്ച് സെറ്റായിട്ട് വരാം. 2024 അവസാനത്തെ പത്രം വായനയാണ്. ഇനി അപ്പച്ചൻ 2025 പത്രം വായിക്കുള്ളൂ, കേട്ടാ? അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ലാസ്റ്റ് 24 hours എന്ന് പറഞ്ഞിട്ട് നമുക്ക് 24 hours ഇല്ല, 12 മണിക്കൂർ എങ്ങാണ്ടേ ഉള്ളൂ ഇനി. ഓക്കെ, അയ്യോ, ആർക്കെങ്കിലും ഇങ്ങനെ ശീലമുണ്ടോ? മുഖമൊക്കെ കഴിയുന്നിട്ട് ബെഡിൽ കിടക്കണ ഷീറ്റ് എടുത്ത് വെച്ച് ഇങ്ങനെ മുഖം തുടയ്ക്കണത്? നമുക്ക് പോയി കഴിക്കാം. എനിക്ക് വിശക്കുന്നു. കഴിച്ചിട്ട് തലയൊക്കെ കെട്ടി വെച്ചിട്ട് കഴിച്ചിട്ട് ഇനി ബാക്കി എന്താന്ന് വെച്ചാൽ വരണത് പോലെ അങ്ങ് നോക്കാം. ഓക്കെ, ആസ് യൂഷ്വൽ ഞാൻ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പച്ചന് വേണ്ടിയിട്ട്. അപ്പച്ചൻ രാവിലെയും രാത്രിയും ഗോതമ്പ് ദോശയാണ് കഴിക്കണത്. ഓക്കെ, ഇന്നലെ തൊട്ടൊരു നെയിൽ പോളിഷ് ഇട്ട് അതിനെ നോക്കി നടക്കലാണ് ഇപ്പം എൻ്റെ ജോലി. അപ്പച്ചന് ദോശ എല്ലാം കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ തേങ്ങ തിരുവാൻ പോകുന്നു ഗൈസ്. നമുക്ക് അവിടെ വിളയിൽ ആൾക്കാരുണ്ട് പണിക്ക്, അപ്പം അവർക്ക് ഫുഡ് കൊടുക്കണം. അപ്പോഴത്തേനും തേങ്ങ തിരികെ വയ്ക്കാൻ പറഞ്ഞിട്ട് മമ്മി അങ്ങോട്ട് പോയി. അപ്പം ഞാൻ തേങ്ങ തിരികെ വയ്ക്കട്ടെ, അല്ലെങ്കിൽ വന്നിട്ട് എന്നെ മമ്മി തിരുവും. ഓക്കെ, അപ്പം നമുക്ക് തേങ്ങ തിരുവാൻ പോവാം. ലാസ്റ്റത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമ്മൾ 2025 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമുക്ക് 2 ഉപ്പുമാവുണ്ട്. ഞാൻ ഉപ്പുമാവ് ഇങ്ങനെ കഴിക്കുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ 2024 എൻഡിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജേർണലിങ് ഞാൻ എഴുതും കേട്ടോ, ഡയറിയൊക്കെ എഴുതാറുണ്ട്. അപ്പം ഞാൻ 2025 വേണ്ടിയിട്ട് പുതിയ ഡയറി ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പം ഇത് തന്നെയാണ് എൻ്റെ ഡയറി. ഇതിൻ്റെ അകത്താണ് ഞാൻ എല്ലാം എഴുതണത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് ഡയറി എഴുതുന്ന ഒരാളൊന്നുമല്ല. അപ്പം ഇന്ന് നമുക്ക് എഴുതാം 2024 പറ്റിയും 2025 പറ്റി. അപ്പം ഞാൻ എന്തായാലും എഴുതട്ടെ, നിങ്ങളവിടെ ഇരുന്നോളൂ.
എല്ലാം എഴുതി കഴിഞ്ഞില്ല, ഇനി എഴുതാറുണ്ട്. ഞാൻ ബാക്കി ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് എഴുതാം. അവിടെ മമ്മി കിച്ചണിൽ നിന്നിട്ട് എന്നെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ജോലിക്കാരുണ്ട്, ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവരിപ്പോൾ വന്നതേ ഉള്ളൂ, അവർ കഴിച്ചിട്ടിരിക്കണം. അപ്പോഴത്തേനും നമുക്ക് ഇന്നത്തേക്ക് മീൻ വാങ്ങിക്കണം. ഞാനാണ് പോണത്. 10:45 മീൻ വണ്ടി വരും. അപ്പം മീൻ വാങ്ങിക്കാൻ പോകണം. ഓക്കെ, ഇച്ചിരിയൊക്കെ എഴുതി. ഞാൻ ഇത്ര എഴുതിയതേ ഉള്ളൂ, ഇനി എഴുതാറുണ്ട്. അത് എഴുതുമ്പോൾ ഞാൻ ബാക്കി വീഡിയോ എടുക്കാമേ. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾ ബോറടിക്കും, വീഡിയോ ലാഗായി പോകും. അതുകൊണ്ടാണ് ഞാൻ പകുതി വെച്ച് കട്ട് ചെയ്തത്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും പോയി മീൻ വാങ്ങിക്കട്ടെ. മണി 10:45, 5 മിനിറ്റ്. ഓക്കെ, നന്ദിനി 2025 അത് പോട്ടെ. 2024 പറ്റി എന്തുവാ പറയാനുള്ളത്? ആരുടെയും പേരൊന്നും പറയാതെ ലൈക്ക് 2024 എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാണൊന്ന് പെട്ടെന്ന് വോയിസ് ഇട്. ഹൗ വാസ് യുവർ 2024? ജസ്റ്റ് പെട്ടെന്നൊന്ന് വോയിസ് ഇടേ. ലൈക്ക് ബ്രീഫായിട്ട് ആരുടെയും പേര് അങ്ങനെയൊന്നും പറയണ്ട. ജസ്റ്റ് 2024 എങ്ങനെ ഉണ്ടായിരുന്നു, ലൈക്ക് ഒരു 1 മിനിറ്റിനകത്ത് പറയാൻ വേണ്ടിയിട്ട്. 1 മിനിറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാണ് നീ. അത് ഞാൻ വിഭജിക എടുത്ത് പറഞ്ഞതാട്ടാ. അടുത്ത് വേറെ ആരടുത്ത് ചോദിക്കാം. ഓക്കെ, അരി ബേബി, ഹൗ വാസ് യുവർ 2024? ലൈക്ക് in how many words? In 20 words, tell me how was your 2024? അവള് ഇപ്പം ഞാൻ സംസാരിച്ചില്ലേ കുട്ടി, അവള് ചണ്ഡീഗറിലുള്ളതാണ്. അവൾക്ക് മലയാളം അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചത്. അവളുടെ മാരേജ് ആണ് നെക്സ്റ്റ് മന്ത്. പിന്നെ ആരുണ്ട്? എടാ, ഹൗ വാസ് യുവർ 2024? ജസ്റ്റ് ഒരു 10 വേർഡ്സിൽ പറയാനാണെങ്കിൽ ഹൗ വാസ് യുവർ 2024 നന്നായിട്ട് പറയണേ. ഒരു 30 സെക്കൻഡിനകത്ത് പറയാൻ പറ്റണത് അത്രയും പറ. ഇവരൊക്കെ ഇനി എപ്പോൾ റിപ്ലൈ ഇടുമെന്ന് അറിഞ്ഞൂടാ. ആ ടൈമിൽ ഞാൻ കേൾപ്പിച്ചു തരാം. ഇവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. ഓക്കെ, ഒരാൾ ഇവിടെ തകർത്ത് വോയിസ് ഇട്ടുകൊണ്ടിരിക്കുന്നു, നന്ദിനി. എൻ്റെ 2024 പോയി. 2025 നമുക്ക് തിരിച്ച് പിടിച്ചെടുക്കണമല്ല. ഇപ്പം സമയം 11:04 ആയി. സമയം അങ്ങോട്ട് നീങ്ങി പോണില്ല. ഇനി 2025 പോണോണ്ടാണെന്ന് അറിഞ്ഞൂടാ. സമയം പോണതേ ഇല്ല. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ് ഫോർ ദിയർ റെസ്പോൺസസ്. അമ്പു 45 സെക്കൻഡിൻ്റെ വോയിസ് നമുക്ക് കേൾക്കാം. അവൾക്കറിയാം എന്തെങ്കിലും ആയിരിക്കും. ഞാൻ എടുത്തിങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾക്കറിയാം എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെ അവൾ വോയിസ് ഇടുള്ളൂ. അതുകൊണ്ട് ഞാൻ പ്ലേ ചെയ്യാമേ. കിട്ടു വർഷമാണ് മക്കളെ. വെറുത്ത് നശിപ്പിച്ച ഒരു വർഷമാണെങ്കിൽ അത് ഈ വർഷമാണ്. അമ്പോ കൊറേ കരഞ്ഞിട്ടുണ്ട്, കൊറേ അനുഭവങ്ങളുണ്ട് ഈ ഒരു വർഷത്തില്. അപ്പൊ എനിക്ക് സങ്കടം പറഞ്ഞ് കരയാൻ തോന്നി. മൊത്തം റൂമിന്റെ അകത്തായിരുന്നു. പിന്നെ കൊറേ എന്തോന്നു ചില നല്ല കാര്യങ്ങൾ ഫ്രണ്ട്സും ആയിട്ട് എനിക്ക് കുറച്ച് റിക്കവർ ചെയ്ത് വരാൻ വേണ്ടി പറ്റി. പിന്നെ കുറച്ചു പേര് എന്നെ നല്ല വിഷമിപ്പിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഒന്ന് തള്ളി മാറ്റി ഇട്ടിട്ടുണ്ട്. 2025 നന്നായിട്ട് ഇരിക്കുമെന്ന് തോന്നുന്നു. ഇല്ല, ബെറ്റർ ആയിട്ട് ഇരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. നമുക്ക് നോക്കാം. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ കുട്ടാ. ഓക്കെ, 2022 നമ്മൾ കാണാതെ 2021 എന്തോ. അപ്പം ഓക്കെ, 2025 എൻ്റെ പ്രോമിസാണ്. ഞാൻ എപ്പോഴും കൂടെ കാണും. വിഷമിക്കണ്ട, ഹാപ്പി ആയിട്ടിരി. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. ഡാൻസ് പെട്ടെന്ന് കളിച്ച് വീഡിയോ അയച്ചതാ കേട്ടാ. സാലുമാമൻ്റെ കല്യാണത്തിന് ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ടേ. അപ്പോഴത്തേനും അവളാണ് ഡാൻസ് പഠിപ്പിക്കുന്നത്. ഓൺലൈനിൽ കളിച്ച് എനിക്ക് വീഡിയോ അയച്ചു തരും, സിമ്പിളായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവളാണ് പഠിപ്പിക്കണത്. ഇനി അടുത്ത് ബാക്കിയുള്ളവരുടെ റെസ്പോൺസ് വരുമ്പം ഞാൻ കേൾപ്പിച്ച് തരാം. ഓക്കെ, അടുത്ത് 12 സെക്കൻഡിൻ്റെ വോയിസ് വന്നിട്ടുണ്ട്, കേട്ട് നോക്കാം. ഞാനിപ്പോ എങ്ങനെ പറയായി, കുഴപ്പമില്ല, കൊള്ളൂല, അങ്ങനെയൊക്കെ തന്നെ പോണ്. വേറെ എന്തിനു പറയാ, എനിക്കൊരു പിടിയുമില്ല, എനിക്കൊന്നും ഓർമ്മയില്ല. ഓക്കേടാ, ആയിക്കോട്ടെ, താങ്ക് യു.
2024 നല്ലതായിരിക്കും കേട്ടോ. 24 അല്ല 25, തെറ്റിപ്പോയി. 2025 നല്ലതായിരിക്കും. കരനന്ദിനി. കുറച്ച് നേരത്തെ എൻ്റെ നല്ലൊരു കൂട്ടുകാരിയെ നന്ദിനി എന്നെ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. ഇച്ചിരി നേരം ഞാൻ കിടന്നൊന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങി എണീറ്റപ്പോഴ് സമയം 6:03 ഗൈസ്. അപ്പം നമുക്ക് 7 മണിക്ക് പള്ളിയിൽ കുർബാന ഉണ്ട്. അപ്പം ഞാൻ ഇപ്പം റെഡി ആവാൻ പോകണം. നമുക്ക് 6:30 6:45 പോകണം. അപ്പം എന്തായാലും ഞാൻ പോയി കുളിച്ച് റെഡിയായി ഫ്രഷ് ആയിട്ട് വരാം. അതിൻ്റെ ഇടയിൽ നമുക്ക് പിള്ളേർ പറഞ്ഞ റെസ്പോൺസ് ഉണ്ട് കേട്ടോ, ഞാൻ മറന്നിട്ടില്ല. ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് കേൾപ്പിച്ചു തരാം. അപ്പം ഞാൻ ഇപ്പം റെഡി ആവാൻ പോകണം. ടൈമില്ല, ഒട്ടും ടൈമില്ല. അപ്പം ഞാൻ പോയി എന്തായാലും കുളിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ റെഡിയായി പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ. ഒന്നും കിട്ടില്ല. അപ്പോൾ പള്ളിയിൽ പോയിട്ട് വരാം. ബാ മമ്മി. ഗൈസ് ഇതാണ് നമ്മുടെ കുരിശടി. അതാണ് നമ്മുടെ പള്ളി. അപ്പോൾ ഗൈസ് ഇനി കുർബാന കഴിഞ്ഞിട്ട് കാണാം. അതാണ് പള്ളി. പള്ളിക്കകത്ത് ഫോൺ അലോഡല്ല. അപ്പം ഞാൻ പോയി കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് വരാമേ. കുർബാന കഴിഞ്ഞു ഗൈസ്. പപ്പ വിളിക്കാൻ വരും. പപ്പയ്ക്ക് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പം വിളിക്കാൻ ഇപ്പം വരും. റോഡിൽ കൂടെ അങ്ങോട്ട് നടക്കാൻ പറഞ്ഞു. ഗൈസ് അപ്പം ഞാൻ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് അടുത്തിപ്പോൾ വീഡിയോ എടുത്ത് തുടങ്ങണത്. ഇപ്പം മണി 9:29 PM. ഓക്കെ, 9:29. ഞാൻ ഫുഡ് ഇപ്പം കഴിച്ചതേ ഉള്ളൂ. അപ്പം ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചിട്ട് ഇപ്പം നമ്മൾ രാവിലെ ഞാൻ കുറച്ച് പേരെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു 2024. അപ്പം റിപ്ലൈ ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ കേൾപ്പിച്ചു തരാമേ. ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വിഭഞ്ചികയുടേതാണേ. 2024 പറ്റി പറയാൻ തീരെ എക്സ്പെക്ട് ചെയ്യാതെ കുറേ കാര്യങ്ങൾ നടന്നു ഈ ഇയർ. ഇപ്പൊ എൻ്റെ തന്നെ തുടങ്ങിയപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചതും കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും ഒക്കെ ഡിഫറെന്റാ. ഞാന് ഇതിന് മാത്രം ഒക്കെ ഒരു ഇയർ ഒരാളെ പഠിപ്പിക്കുമെന്ന് എനിക്കറിയത്തില്ല. മറ്റേ റീലൊക്കെ കാണുന്ന പോലെ ക്യാരക്ടർ ഡെവലപ്മെന്റ് അറ്റ് ദ മോസ്റ്റ് ആയി. ഇനി എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസും വേണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. 2024 ഒരു പ്രശ്നം കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം, അതിന്ന് അടുത്ത പ്രശ്നം, ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു 2024. പിന്നെ കുറെ ലെസൺസ് പഠിച്ചു. കൂടെ നിൽക്കുന്നവരെ വിശ്വസിക്കുന്ന പരിപാടി, അങ്ങനത്തെ കുറെ നല്ല നല്ല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിന്ന് കുറെ പഠിച്ചു. ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചു എന്ന് വെച്ചാല് ഉണ്ടായിരുന്നവരൊക്കെ ഇട്ടിട്ട് പോയി, അപ്പം പഠിച്ചു. അങ്ങനെ വളരെ വാവായിട്ടുള്ളൊരു വർഷമായിരുന്നു 24. തുടങ്ങിയപ്പോ തീരെ എക്സ്പെക്ട് ചെയ്തില്ല. തുടങ്ങിയത് ഭയങ്കര നല്ല നോട്ടിലായിരുന്നു. ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്റെ കൂടെ ഇവരുണ്ട്, അവരുണ്ട്, വേറെന്ത് വേണം എന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു നോട്ടായിരുന്നു. പക്ഷെ ഈ തീർന്നപ്പോ ഇങ്ങനെയായി. കൂടിപ്പോയി എന്നും പറഞ്ഞിട്ടേക്കുന്നത്. കൂടിയൊന്നും പോയില്ല, കറക്റ്റ് ആയിട്ടാണ്. അപ്പം എവിടെ നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും എവിടെ അറിയായിരിക്കും. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. 4th സ്റ്റാൻഡേർഡ് തൊട്ട് ഉള്ളതാണ്. മെനി മോർ ടു ഗോ. ഞങ്ങളിപ്പം കുറേ വേർഡ്സ് ഓഫ് അപ്രീസിയേഷൻ ഒക്കെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ റീക്യാപ്പിൻ്റെ ഒരു 2024 വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് നൈസ് എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് എവറിത്തിങ് ഈസ് സോ ഗുഡ്, ഐ എം പ്രൗഡ് ഓഫ് യു എന്നൊക്കെ പറഞ്ഞ് വേർഡ്സ് ഓഫ് അപ്രീസിയേഷൻ. ഒരാളുടെ ലൈഫിൽ വേർഡ്സ് ഓഫ് അപ്രീസിയേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വിത്തൗട്ട് യു ഐ വുഡൻറ്റ് ഹാവ് സർവൈവ് ടു ഐ ഷുഡ് ബി താങ്കിങ് യു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നോട്ട്സൊക്കെ ഇട്ടേക്കുന്നത് എപ്പോഴും കാണും. ഓക്കെ, അപ്പോൾ ഇത് വിഭജിക്കേണ്ടത്. ഇനി വേറെ ആൻ്റണിയുടേത് ഞാൻ കേൾപ്പിച്ചു തരാം. ഓക്കെ. 2024 was a bit challenging, but it was necessary.
കുറച്ച് ആൾക്കാരുടെ സ്വഭാവം മനസ്സിലായി. ക്യാരക്ടർ എങ്ങനെ ട്രീറ്റ് ചെയ്യണമോ, എങ്ങനെയൊക്കെ ആൾക്കാർക്ക് ചേഞ്ച് ആവാം എന്നൊക്കെയുള്ള ഒരു കംപ്ലീറ്റ് ലെസൺ ആയിരുന്നു 2024. ഓക്കെ ഓക്കെ. അപ്പം അതാണ് അവൻ്റെ 2024. പിന്നെ കുറേ പേര് ടെക്സ്റ്റായിട്ട് റിപ്ലൈ അയച്ച് കുഴപ്പമില്ലായിരുന്നു, സ്റ്റിൽ ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഫ്രണ്ട്സിൻ്റെ 2024 എക്സ്പീരിയൻസ്. അപ്പോൾ 2024 തീരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മണിക്കൂറുകൾ കൂടെ ഉള്ളൂ. ലൈക്ക് ഞാൻ എന്തിനീ വ്ളോഗ് എടുത്തതെന്ന് വെച്ചാൽ ചുമ്മാ ലാസ്റ്റത്തെ വ്ളോഗല്ലേ, അതുകൊണ്ട് പ്രത്യേകിച്ച് കോണ്ടന്റ് ഒന്നും ഇല്ലാതെ എടുത്തതുകൊണ്ട് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. ഞാനിപ്പം വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ റീലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ കോമൻസും യൂട്യൂബിലെ ഇൻസൈറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൊള്ളാം. നിങ്ങളെൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ആക്കിയിട്ടില്ലെങ്കിൽ ഫോളോ ആക്കണേ. ലൈക്ക് നല്ല നല്ല കോമഡി കണ്ടൻസ് ഒക്കെ ഞാൻ റീൽസ് ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ പള്ളിയിൽ പോയി കുർബാനയൊക്കെ കഴിഞ്ഞ് നല്ലൊരു കുർബാനയും അച്ഛൻ്റെ പ്രസംഗമൊക്കെ കേട്ടിട്ട് കുറേ നല്ല തീരുമാനങ്ങളൊക്കെ മനസ്സിലെടുത്തിട്ടുണ്ട്. 2025 എൻ്റെ ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ ഡഫ്നെ പറ്റി ഞാൻ പറയാമേ. ഡഫ്ന ഈസ് എ ക്യൂട്ട് കുട്ടി, വൺ ഓഫ് മൈ സിസ്റ്ററാണ്. റീസെൻ്റായിട്ട് എനിക്ക് കിട്ടിയതാണ് അവളെ. ഓക്കെ, ഡഫ്ന ശ്രീനന്ദ. എൻ്റെ വീഡിയോസിൻ്റെ അടിയിലൊക്കെ അവൾ എപ്പോഴും കമൻ്റ് ഇടും. ഓക്കെ, അപ്പോൾ ഓക്കെ, അവളുടെ മെസ്സേജ് വന്നുകൊണ്ട് ഞാൻ ഇപ്പോൾ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരുപാട് തീരുമാനങ്ങളൊക്കെ മനസ്സിലെടുത്തിട്ടുണ്ട് 2025 പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട്. ഹോപ്പ് എല്ലാം ദൈവത്തിൻ്റെ കൃപയോടെ നന്നായിട്ട് നടന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് സ്കിപ്പ് ടു 11:45. ഓക്കെ, അതുവരെ ഞാനിങ്ങനെ ഫോണിലൊക്കെ കുത്തി എല്ലാവർക്കും കുറച്ച് വേർഡ്സ് ഓഫ് അപ്രീസിയേഷനൊക്കെ കൊടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇനി കണ്ടിന്യൂ ചെയ്യണോ? എന്തായാലും 12 ഞാൻ വന്നൊരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ട് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ കാണാം. മണി 11:52. നിങ്ങൾക്കൊരു ന്യൂ ഇയർ വിഷ് പറഞ്ഞിട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം ഇരുന്നത്. 11:58 ഞാൻ അലാറം വെച്ചിട്ടുണ്ട്. അലാറം അടിക്കും 11:58 ആകുമ്പോൾ. 2024 തീരാറായെന്നാ. ഇനി 7 മിനിറ്റും കൂടെ ഉണ്ട്. എന്തൊരു പൊട്ട വർഷമായിരുന്നു എന്തോ. ദൈവമേ, ഇങ്ങനെ ഒരു വർഷം എനിക്കിനി ഉണ്ടാവരുതേ. 2025 വിത്ത് ഓൾ ഹോപ്സ് ഐ എം സ്റ്റാർട്ടിങ്. 53 കർത്താവേ. ഞാൻ കുറച്ച് നേരത്തെ എൻ്റെ വിവഞ്ചിയെടുത്ത് പറഞ്ഞതേ ഉള്ളൂ 2025 ഓർത്തിട്ട് പേടിയാവണമെന്ന്. അവൾ പറഞ്ഞു ഇതിൽ കൂടുതൽ നമുക്കിനി ഒന്നും വരാനില്ലടേ, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന്. അവൾ എനിക്ക് ടെക്സ്റ്റ്, എനിക്ക് പണ്ട് ഉണ്ടായിരുന്നു ഇതുപോലെ കിട്ടാനുള്ളത് മാക്സിമം ഈ വർഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊന്നും തോന്നണില്ല, സത്യം തന്നെ. ആറ് മിനിറ്റും കൂടെ. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ സ്പോട്ടിൽ ഞാൻ വച്ചിട്ട് ചെന്നാണെന്ന് പറഞ്ഞു. സ്റ്റാറ്റസ് ഫുള്ള് റീക്യാപ്പ് തന്നെ. ഈ വീഡിയോ കാണുന്നവർ എൻ്റെ റീക്യാപ്പ് വീഡിയോ ഒന്ന് പോയി കാണണേ. ഞാൻ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത വീഡിയോയാണ്. (11:59) 1 മിനിറ്റും കൂടെ ഉണ്ട്. 2024 1 മിനിറ്റിൽ ഞാൻ പറയട്ടാ. വേണ്ട, ഓർക്കാതിരിക്കണതാണ് നല്ലത്. 2025 നമുക്ക് 2025 ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. എല്ലാം നമുക്ക് ചെയ്യണം. ഓക്കെ, എന്തോ ശബ്ദം കേട്ട് ഞാൻ റൂമിൻ്റെ അകത്ത് ഈ റിംഗ് ലൈറ്റിൻ്റെ ലൈറ്റ് വെച്ചിട്ടിരുന്നാണ് സംസാരിക്കുന്നത്. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് ഠോ എന്ന് പറഞ്ഞിട്ട്. 11:59 കഴിഞ്ഞ പ്രാവശ്യവും. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഹാപ്പി ന്യൂ ഇയർ. ലാസ്റ്റ് ടൈം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ന്യൂ ഇയർ ഇങ്ങനെ 12 മണിയായപ്പോൾ ചെയ്തത്. ഹാപ്പി ന്യൂ ഇയർ. പുറത്തൊക്കെ മറ്റേ ക്രാക്കേഴ്സിൻ്റെ ശബ്ദം കേൾക്കണുണ്ട്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. കീപ് സപ്പോർട്ടിങ്, കൂടെ ഉണ്ടാവണം ടിൽ ദി എൻഡ്. ഓക്കെ, വീഡിയോസ് കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, എനിക്ക് നല്ല ഉറക്കം പറഞ്ഞു. അതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ 2025. എല്ലാവരുടെ ലൈഫിൽ ഹാപ്പിനെസ് മാത്രം ഉണ്ടാവട്ടെ. അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, നമുക്ക് സർവൈവ് ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും. അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.